സാമ്പത്തിക തട്ടിപ്പിനിരയായെന്ന് വെളിപ്പെടുത്തി ഗായിക അഭിരാമി സുരേഷ്. മലയാളികൾക്ക് പ്രിയപ്പെട്ട ഗായികയാണ് അഭിരാമി സുരേഷ്. സഹോദരി അമൃത സുരേഷിനൊപ്പം നിരവധി കൺസേർട്ടുകളും മറ്റും ചെയ്യുന്ന അഭിരാമി സമൂഹമാധ്യമങ്ങളിലും സജീവമാണ്. കൂടാതെ ഒരു സംരംഭക കൂടിയാണ് അഭിരാമി. ഇപ്പോഴിതാ ബിസിനസ് രംഗത്ത് തനിക്കുണ്ടായ സാമ്പത്തിക തട്ടിപ്പിനെക്കുറിച്ച് അഭിരാമി സുരേഷ് പങ്കുവച്ച വാക്കുകളാണ് ചർച്ചയാകുന്നത്. തൻ്റെ ബിസിനസ് വ്യാപിപ്പിക്കാനും വർഷങ്ങളായി താൻ കണ്ട സ്വപ്നങ്ങളിലേക്ക് നടന്നെടുക്കാനും ശ്രമിക്കുന്നതിനിടയിൽ ചെന്നുവീണത് ഒരു സാമ്പത്തിക കെണിയിലായിരുന്നുവെന്നും അങ്ങേയറ്റം വിശ്വസ്തനും മാന്യനും പ്രൊഫഷണലുമായി തോന്നിയ ഒരാളാണ് ഈ കെണിയൊരുക്കിയതെന്നും ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച കുറിപ്പിലൂടെ അഭിരാമി വെളിപ്പെടുത്തി. അഭിരാമി സുരേഷ് പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെയാണ്: കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി പലരും എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ എങ്ങോട്ടാണ് അപ്രത്യക്ഷയായതെന്ന്, എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയധികം അകന്നു പോയതെന്ന്, എന്തുകൊണ്ടാണ് മുൻപത്തെ പോലെ ഞാൻ ആളുകൾക്കിടയിലേക്ക് വരാത്തതെന്ന്. ഇതാണ് അതിനുള്ള എൻ്റെ മറുപടി. കഴിഞ്ഞ വർഷത്തിൻ്റെ അവസാനത്തിലും ഈ വർഷത്തിൻ്റെ തുടക്കത്തിലും എൻ്റെ ബിസിനസ് വ്യാപിപ്പിക്കാനും വർഷങ്ങളായി ഞാൻ കണ്ട സ്വപ്നങ്ങളിലേക്ക് നടന്നെടുക്കാനും ശ്രമിക്കുന്നതിനിടയിൽ ഞാൻ ചെന്നു വീണത് ഒരു സാമ്പത്തിക കെണിയിലായിരുന്നു. അങ്ങേയറ്റം വിശ്വസ്തനും മാന്യനും പ്രൊഫഷണലുമായി തോന്നിച്ച ഒരാളാണ് ഈ കെണിയൊരുക്കിയത്. ഈ വ്യക്തിയുടെ പേര് വിവരങ്ങൾ ഞാൻ ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ല, കാരണം നിയമപരമായ നടപടികൾ പുരോഗമിക്കുകയാണ്. എനിക്കും ചില കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരാനുണ്ട്. എന്നാൽ ഇതൊരു സ്ഥിരം രീതിയാണെന്നും എന്നെപ്പോലെ കൂടുതൽ ആളുകൾ ഇയാളുടെ വഞ്ചനയ്ക്ക് ഇരയായിട്ടുണ്ടെന്നും ബോധ്യപ്പെട്ടാൽ മറ്റാരും ഇത്തരമൊരു കുഴിയിൽ വീഴാതിരിക്കാൻ ഞാൻ തീർച്ചയായും പരസ്യമായി മുന്നോട്ട് വരിക തന്നെ ചെയ്യും. വളരാൻ ആഗ്രഹിക്കുന്ന ഏതൊരു സംരംഭകനെയും പോലെ തികച്ചും ആത്മാർത്ഥമായ ഒരു അവസരമായാണ് ഞാൻ അതിനെ കണ്ടത്. വാഗ്ദാനങ്ങൾ വളരെ വലുതായിരുന്നു. അവരുടെ സമീപനം വളരെ ചിട്ടയായതും വിശ്വസനീയവും ഏതാണ്ട് ഒരു ബാങ്ക് ഇടപാട് പോലെയുമായിരുന്നു. വലിയ സ്വപ്നങ്ങളുമായി സ്വന്തം നിലയിൽ എന്തെങ്കിലും കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്ന എൻ്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ സഹായിച്ച പ്രിയപ്പെട്ട മനുഷ്യർക്ക് അർഹമായത് നൽകി എല്ലാറ്റിനെയും കൂടുതൽ വ്യവസ്ഥാപിതമാക്കാൻ ആഗ്രഹിച്ച ഒരാളെ സംബന്ധിച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ആ വലിയ വഴിത്തിരിവിനാണ് ഇതെന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് ഞാൻ അത് വിശ്വസിച്ചു. ആ വിശ്വാസത്തിന് ഞാൻ വലിയ വില നൽകേണ്ടി വന്നു. ആ വാഗ്ദാനങ്ങളുടെ പുറത്ത് ഞാൻ പലർക്കും ഉറപ്പും നൽകി. ബിസിനസ് വിപുലീകരിക്കാൻ പദ്ധതികൾ തയ്യാറാക്കി, ഫണ്ടുകൾ സമാഹരിച്ചു, ആളുകൾക്ക് എൻ്റെ വാക്ക് നൽകി. ഈ പിന്തുണ വന്നു ചേരുമെന്ന പൂർണ്ണ പ്രതീക്ഷയിൽ ഞാൻ എൻ്റെ ഭാവി മുഴുവൻ അനുസരിച്ച് ക്രമീകരിച്ചു. എന്നാൽ കൃത്യമായി ആ തുക കൈമാറേണ്ട ദിവസം ആ വ്യക്തി അപ്രത്യക്ഷനായി. വെറുതെ അങ്ങനെ പെട്ടെന്ന്. അയാൾക്കൊപ്പം എൻ്റെ ബാധ്യതകൾ അപ്രത്യക്ഷമായില്ല. ഞാൻ വളരെ ശ്രദ്ധയോടെ ആസൂത്രണം ചെയ്തെല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് തകർന്നു വീണു. എൻ്റെ സാമ്പത്തിക അടിത്തറ തകർന്നു. എൻ്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെട്ടു. പൂർണ്ണമായ ആത്മാർത്ഥതയോടെ ഞാൻ നൽകിയ വാക്കുകൾ പാലിക്കാൻ കഴിയാതെ വന്നു. എല്ലാറ്റിനെയും കൂട്ടിപ്പിടിക്കാൻ ശ്രമിക്കുന്നതിനും മുങ്ങിത്താഴാതിരിക്കാനും പോരാടുന്നതിനുമിടയിൽ ഞാൻ മാനസികമായി പൂർണ്ണമായും തകർന്നുപോയി.